ഹേ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് സിമ്പിളായിട്ടൊരു സ്കാറ്റേർഡ് വർക്കിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ സാധാരണ സൂചിയും നൂലും എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ക്ലോത്തിൻ്റെ കളറിലുള്ള നൂല് തന്നെ എടുക്കണമെന്ന് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ ഒരു വലിയ ബീഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മളിതുപോലെ സൂചി കുത്തിയെടുക്കുക. അതിനകത്തേക്ക് ഞാൻ ഈ ഒരു വലിയ ബീഡ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കുത്തി താഴേക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴെ നിന്നും മുകളിലേക്ക് സൂചി എടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ആ ഒരു ബീഡിൻ്റെ ഒന്ന് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഇവിടെ ഒന്ന് കുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് സെക്യൂർഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീഡിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് സൂചി കുത്തി മുകളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുത്ത് ഒന്ന് അതിനെ കവർ ചെയ്തേക്കുക. അതായത് ആ ഒരു നമ്മൾ തുന്നി വെച്ചിരിക്കുന്ന ആ ഒരു ബീഡിനെ കവർ ചെയ്ത് വരണം. അപ്പോൾ ഞാനിവിടെ ആദ്യമേ കുത്തി വെച്ചിരിക്കുന്ന ആ ഒരു ബീഡിൻ്റെ കുറച്ച് ചെറിയ സൈസിലാണ് ഞാൻ ചുറ്റി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് എടുക്കാം. ഞാനിവിടെ കളർ ചേഞ്ച് എല്ലായിട്ടും എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ ബീഡ്സ് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗത്തുള്ള ആ ഒരു ബീഡുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ സൂചി ഒന്ന് പതുക്കെ എടുത്തു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ വലിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റൗണ്ട് കൃത്യമായിട്ട് വീണിട്ടുണ്ടാവും. ഇനി നമുക്ക് അവിടെ തന്നെ നമ്മളുടെ സൂചി ഒന്ന് കുത്തി താഴത്തേക്ക് എടുത്തു കൊടുക്കണം. എന്നിട്ട് നമ്മൾ മറ്റ് വീഡിയോസിലൊക്കെ കണ്ടതുപോലെ നമുക്ക് താഴെ നിന്നും പല പല വശങ്ങളിലായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക. അതിനകത്തേക്ക് ഞാനൊരു 2-3 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ താഴത്തേക്ക് തന്നെയാണ് ഞാനത് കുത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറിയ സൈസിലുള്ള ബീഡ്സ് യൂസ് ചെയ്യും. പക്ഷേ നമ്മൾ ചുറ്റാൻ എടുത്തില്ലേ, അതേ സൈസിലുള്ള ബീഡ്സ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ 2 കേട്ടോ ഇട്ട് കൊടുത്തേക്കണം. ഇനി ഇവിടെ ഒന്ന് കുത്തി താഴത്തേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും നമ്മൾ ഇപ്പോൾ ചെയ്ത ആ 2 ബീഡ്സ് നമ്മൾ തുന്നിയല്ലോ, അതിൻ്റെ വീണ്ടും മുകളിൽ നിന്ന് കുത്തി ആ 2 ബീഡ്സ് ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്ത് നമ്മളൊന്ന് സെക്യൂർഡ് ആക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വർക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വർക്കാണ്. നമ്മളുടെ ഫ്രോക്കിൽ അല്ലെങ്കിൽ നമ്മുടെ യോക്കിൽ പോർഷൻ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ലീവ്സിലൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ.